accessing members of a class. Accessing members of a class. നമ്മൾ access specifier പഠിച്ചപ്പോൾ പറഞ്ഞു private and protected members are not available outside the class. Only public members are available outside the class. അപ്പോൾ ആ പബ്ലിക് മെമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിൻ്റെ വെളിയിൽ ആക്സസ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ദ സിൻടാക്സ് ഈസ് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് member name. The important point is that the member name must be public. The member name must be included in the public section. Then only we can access the members of the class outside the class. Example, open brace, close brace. So ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിൽ 5 ഡേറ്റാ മെമ്പേഴ്സും 2 മെമ്പർ ഫംഗ്ഷനും, റീഡ് ഡേറ്റ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷനും ഡിസ്പ് ഡേറ്റ എന്ന് പറയുന്ന 2 മെമ്പർ ഫംഗ്ഷനും 5 ഡേറ്റാ മെമ്പേഴ്സും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ഞാൻ എഴുതിയിട്ടില്ല, ബിക്കോസ് ഞാനിവിടെ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കും. അപ്പോൾ നോർമലി നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഡേറ്റാ മെമ്പേഴ്സിനെ എല്ലാം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കും, മെമ്പർ ഫംഗ്ഷനെ എല്ലാം പബ്ലിക് ആയിട്ട്. കാരണം ദ അണ്ടർലൈൻ കൺസെപ്റ്റ് ഈസ് ദാറ്റ് ഡേറ്റ ഹൈഡിങ്. ഈ ഡേറ്റ നമ്മൾ ഹൈഡ് ചെയ്യുന്നു by using the access specifier private. Whereas നമ്മൾ ഈ ഡേറ്റ എങ്ങനെ ആക്സസ് ചെയ്യും? ത്രൂ ദ മെമ്പർ ഫങ്ഷൻസ്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്ലാസ്. അപ്പോൾ ക്ലാസ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സിൽ കൂടിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പം ഈ മെമ്പർ ഫംഗ്ഷനിൽ കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡേറ്റ ആക്സസ് ചെയ്യാൻ. നമുക്ക് അല്ലാതെ ഈ ഡേറ്റ നമുക്ക് വെളിയിൽ കിട്ടത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈവറ്റ്. ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് ആണ്. അപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ആർ നോട്ട് അവൈലബിൾ ഔട്ട്സൈഡ് ദ ക്ലാസ്. പബ്ലിക് മെമ്പേഴ്സ് ആർ അവൈലബിൾ ഔട്ട്സൈഡ് ദ ക്ലാസ്. അപ്പോൾ ഈ പബ്ലിക് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റീഡ് ഡേറ്റ, ഡിസ്പ് ഡേറ്റ, 2 മെമ്പർ ഫംഗ്ഷൻ. അപ്പോൾ റീഡ് ഡേറ്റ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ ഈ ഡേറ്റ മെമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ, ഡിസ്പ് ഡേറ്റ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ ഈ ഡേറ്റ മെമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ. സോ ഡേറ്റയും ആ ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന ഫംഗ്ഷനെയും കൂടെ എന്ത് ചെയ്തു? ബൈൻഡ് ചെയ്തു. എൻകാപ്സുലേഷൻ ആയതാണ്. ഡേറ്റയും ആ ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന ഫംഗ്ഷൻസിലൂടെ ബൈൻഡ് ചെയ്ത് അത് ഒരു യൂണിറ്റ് ആക്കി മാറ്റി. ദിസ് ഈസ് കാൾഡ് എൻകാപ്സുലേഷൻ. അപ്പോൾ ഇതാണ് ക്ലാസിന്റെ ഡെഫിനിഷൻ. ക്ലാസിന്റെ ഡിക്ലറേഷൻ ആയി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ റീഡ് ഡേറ്റ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷന്റെയും ഡിസ്പ് ഡേറ്റ എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷന്റെയും ഡെഫിനിഷൻ ഇൻസൈഡ് ദ ക്ലാസ് ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് ഇൻസൈഡ് ദ ക്ലാസ്. കംപ്ലീറ്റ്ലി ദ ഡെഫിനിഷൻ ഓഫ് റീഡ് ഡേറ്റ, ദ മെമ്പർ ഫംഗ്ഷൻ റീഡ് ഡേറ്റ ആൻഡ് ദ മെമ്പർ ഫംഗ്ഷൻ ഡിസ്പ് ഡേറ്റ ഇൻസൈഡ് ദ ക്ലാസ്. സോ ദിസ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിന്റെ ഡിക്ലറേഷൻ അവസാനിക്കും. ഇനി നമ്മൾ ഈ ഡേറ്റ മെമ്പേഴ്സിനെ നമുക്ക് വെളിയിൽ കിട്ടണമെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അപ്പൊ എന്താണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിന് സിന്റാക്സ് എന്താണ്? ക്ലാസ് നെയിം, ദാറ്റ് ഈസ് സ്റ്റുഡന്റ്. യെസ്.
So S is an object of student. അപ്പോൾ എസ് എന്ന് പറയുന്നതാണ് ഇവിടെ സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് നെയിം ദാറ്റ് ഈസ് എസ് ഡോട്ട് മെമ്പർ നെയിം. എല്ലാ മെമ്പർ പ്രൈവറ്റ് മെമ്പേഴ്സിന് നമുക്ക് ക്ലാസിന്റെ വെളിയിൽ അവൈലബിൾ അല്ല. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, പബ്ലിക് മെമ്പേഴ്സേ ഉള്ളൂ. പബ്ലിക് മെമ്പേഴ്സ് രണ്ടെണ്ണമാണ്, ഒന്ന് റീഡ് ഡേറ്റ്, ഒന്ന് ഡിസ്പ്ലേ ഡേറ്റ്. സോ എസ് ഡോട്ട് റീഡ് ഡേറ്റ yes dot display data. കേട്ടോ? അപ്പൊ നമ്മള് ആക്സസിങ് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്. എങ്ങനെയാണ് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്? അപ്പൊ ഏത് മെമ്പേഴ്സിനെ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ? ഓൺലി ദ പബ്ലിക് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ആർ നോട്ട് അവൈലബിൾ ഔട്ട്സൈഡ് ദ ക്ലാസ്. ആ പബ്ലിക് മെമ്പേഴ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? യൂസിങ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ്. വാട്ട് ഈസ് ദ സിന്റാക്സ്? എസ് ഡോട്ട് റീഡ് ഡാറ്റ, എസ് ഡോട്ട് ഡിസ്പ്ലേ. സോ ഇറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ, ഡോട്ട് ഓപ്പറേറ്റർ. ഇപ്പൊ എക്സാം നമുക്ക് ചോദിക്കാം, എങ്ങനെ ഏത് ഡാഷ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സസ് ദ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്? ദ ആൻസർ ഈസ് ഡോട്ട്. So dot is an operator. So the dot operator is used to access the public members of a class. Remember, the private members are not available outside the class. Okay? Let us see a program, a C++ program. A C++ program, CPP, for read and display the details of a student using a class. You see, a C++ program for read and display the details of a student using a class. It's a program, full program. Hash include iostream.h. ആവശ്യമുണ്ടെങ്കിൽ കോണിയോ ഡോട്ട് ഉപയോഗിക്കാം. ഹാഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ട് എച്ച്. Using namespace std int main open bracket. So it's one more thing. Before main, we are going to declare a class. So class, it must be a keyword. So class student open bracket read and display the details of a student. ഇവിടെ നമുക്ക് ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എന്നാൽ നമ്മൾ എന്താണ് എഴുതുന്നത്? പ്രൈവറ്റ് കോളൻ ഇൻഡ് എഡിനം char name 30 char course 20 int age char sex. So data members. So we need two member functions, read and display. So the member function must be declared under public void read data open bracket cin ednum cin
നെയിം. ഈ നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഇവിടെ സീൻ വെച്ച് റീഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത് സ്പേസ് കഴിഞ്ഞിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു ഗെറ്റസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ഫോർ ദ ടൈം ബീങ് ഞാൻ സീൻ നെയിം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ആക്ച്വലി ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഗെറ്റസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ റീഡ് ചെയ്തോളൂ. സീൻ കോഴ്സ് seen age seen sex. So ഒരു member function, read member function. Another member function for display, void display open bracket cout AD num admission number, cout name, cout course, cout age, cout sex, close brace, semicolon. So data members under the access specifier private member function, random member function for read and display, read data, and okay, display. You can write as disp data. നമ്മൾ ഇവിടെ read data എന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ മീനിങ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം disp data. അപ്പോൾ ക്ലാസിന്റെ ഡിക്ലറേഷൻ. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷൻ വേണം, കാരണം പ്രോഗ്രാം ആണ്. പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് മെയിൻ ഫംഗ്ഷൻ വേണം. സോ ഇൻഡ് മെയിൻ ഓപ്പൺ ബ്രാക്കറ്റ്. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പൊ സ്റ്റുഡന്റ് യെസ് സെമിക്കോളൻ റീഡ് ചെയ്യണം. ഇറ്റ് ഈസ് യെസ് ഡോട്ട് read data. അടുത്ത ഡിസ്പ്ലേ ചെയ്യണം യെസ് ഡോട്ട് ഡിസ്പ്ലേ. return 0. So it's a full program. It's very simple. Header files. So actually see ഒരു ക്ലാസിന്റെ ഡിക്ലറേഷൻ നോർമലി നമ്മൾ എഴുതുന്നത് മെയിൻ ഫംഗ്ഷനും ഹെഡർ ഫയൽസിന്റെ ഇടയിലായിരിക്കും. ഇവിടെ എങ്ങനെ നമ്മൾ എഴുതി ക്ലാസ് സ്റ്റുഡന്റ് അതിന്റെ മെമ്പർ ഡാറ്റാ മെമ്പേഴ്സ് എഴുതി, രണ്ട് മെമ്പർ ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞു, രണ്ട് മെമ്പർ ഫംഗ്ഷൻ എഴുതി, അതിന്റെ മെയിനിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പബ്ലിക് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യും. സോ ദിസ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, ഫൈൻ. സി ഇൻലൈൻ ഫംഗ്ഷൻസ്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഇൻലൈൻ, the compiler places a copy of the code of that function at each point where the function is called at compile time. The meaning is that ഒരു ഇൻലൈൻ ഫംഗ്ഷന്റെ പ്രത്യേകത, ഇൻലൈൻ ഫംഗ്ഷന്റെ കോഡ് എവിടെയൊക്കെ നമ്മൾ ഫംഗ്ഷനെ കാൾ ചെയ്യുന്നു അവിടെല്ലാം അത് കോപ്പി ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഗ്രാമിൽ ഒരു ഇൻലൈൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഇൻലൈൻ ഫംഗ്ഷനെ നമ്മൾ മൂന്നിടത്ത് കാൾ ചെയ്യുകയാണെങ്കിൽ ആ മൂന്നിടത്തും എന്ത് ചെയ്യും, ആ ഫംഗ്ഷന്റെ കോഡ് അതവിടെ കോപ്പി ചെയ്യും. അതാണ് ഇൻലൈൻ ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, in order to speed up the execution of the program, you can make a function as inline. To make a function inline, place the keyword inline before the function name. നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് ആ ഫംഗ്ഷന്റെ നെയിമിന് മുമ്പിൽ ഉപയോഗിച്ചാൽ ആ ഫംഗ്ഷൻ എന്തായി, ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ മെമ്പർ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു ക്ലാസ്സിൽ എഴുതുന്ന ഫംഗ്ഷനെയാണ് അതിന്റെ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മെമ്പർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഇൻലൈൻ എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ ആ മെമ്പർ ഫംഗ്ഷൻ
സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ രണ്ട് മെമ്പർ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു. റീഡ് ഡേറ്റയും ഡിസ്പ്ലേ ഡേറ്റയും. ആ റീഡ് ഡേറ്റയും ഡിസ്പ്ലേ ഡേറ്റയും ആ മെമ്പർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇൻസൈഡ് ദ ക്ലാസ് ആണ്. അപ്പം ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻസ് ആർ those member function whose definition inside the class. Inline member functions are those member functions whose definition inside the class. അപ്പോൾ ഒരു മെമ്പർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഒരു ക്ലാസിന്റെ അകത്താണെങ്കിൽ അത്തരം മെമ്പർ ഫംഗ്ഷൻസിനെ നമുക്ക് ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു ക്ലാസ് സ്റ്റുഡന്റ് ഓപ്പൺ ബ്രാക്കറ്റ് പ്രൈവറ്റ് എഴുതിയിട്ട് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് എഴുതി. പബ്ലിക്കിനകത്ത് റീഡ് ഡാറ്റ വോയിഡ് റീഡ് ഡാറ്റ അതിന്റെ ഡെഫിനിഷൻ വോയിഡ് ഡിസ്പ്ലേ ഡാറ്റ അതിന്റെ ഡെഫിനിഷൻ. So this is the end of the class. So റീഡ് ഡാറ്റ ഡിസ്പ്ലേ ഡാറ്റ എന്ന രണ്ട് മെമ്പർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇൻസൈഡ് ദ ക്ലാസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി ആർ നോട്ട് യൂസിങ് എനി കീവേഡ് ഇൻലൈൻ. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് ആ മെമ്പർ ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഇൻലൈൻ ആയിരിക്കും. നമുക്കിവിടെ ഇതിന്റെ തൊട്ട് മുമ്പിൽ നമുക്ക് ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത്തരം ഫംഗ്ഷൻസിനെയാണ് നമുക്ക് ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻ. Inline member functions are those member functions whose definition inside the class. ഒരു ക്ലാസിന്റെ അകത്താണ് ഈ മെമ്പർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എങ്കിൽ അത്തരം മെമ്പർ ഫംഗ്ഷനെ നമുക്ക് ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയും. Now let us see outline member functions. Outline member functions are those member functions whose definition outside the class but its declaration inside the class. ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷന്റെ പ്രത്യേകത അതിന്റെ ആ മെമ്പർ ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ക്ലാസ്സിനകത്തും അതിന്റെ ഡെഫിനിഷൻ ക്ലാസിന്റെ വെളിയിലായിരിക്കും. അതിനെയാണ് അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ഇനി നോക്കാം. So, is an example. Let us see an example of outline member function. A student class has two data members. Let us see an example of outline member function. A student class has data members, register number, name, course, physics key, physics C, physics P, and physics total. So these are the data members. It has three outline members. It has three outline member functions. Get data to read the data members, put data to display the data members, and find the total to find the total mark obtained in physics. So ഇവിടെ നമുക്ക് ആ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ദ ക്ലാസ്. ക്രിയേറ്റ് ദ എബോവ് ക്ലാസ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു ക്ലാസ് ഉണ്ടാക്കണം. ആ ക്ലാസ്സിൽ 3 ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻസ് വേണം. Get data, put data, find total, and its data members are register number, name, course, physics T, physics E, physics P, and physics 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നത്? So start with the keyword class student open bracket private colon register number. Int register number. So short ആക്കി എഴുതിയാണ്. രജിസ്റ്റർ നമ്പറിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ രജിസ്റ്റർ REG നം
P6P into physics total. So these are the database. Register number, name, course, physics T, physics C, physics B, and physics total. So these are the data. Then we have to write 3 outline member functions. So outline member functions in the definition outside the class and declaration inside the class. So we will public void get data is a declaration. Void put data is declaration. Void find total. Semicolon. So inside the class. See, inside the class, all the data members and 3 member functions whose declaration are inside the class. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഈ ക്ലാസിൻ്റെ വെളിയിൽ എഴുതാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്ലാസിൻ്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ്. ഇതാണ് ഒരു ക്ലാസിൻ്റെ ഇൻസൈഡ്. അപ്പോൾ ആ ക്ലാസിൻ്റെ ഇൻസൈഡിൽ നമ്മൾ എന്ത് മാത്രമേ എഴുതിയുള്ളൂ? ആ മെമ്പർ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് അഥവാ ഡിക്ലറേഷൻ മാത്രമേ ക്ലാസിൻ്റെ ഇൻസൈഡിൽ എഴുതിയുള്ളൂ. ഇത് നമുക്ക് ക്ലാസിൻ്റെ പുറത്താണ് നമുക്ക് ഈ മെമ്പർ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നത്. അതിന് കണ്ടിന്യൂഷനാണ്. സോ വോയിഡ് ഗെറ്റ് ഡാറ്റ ഓപ്പൺ ബ്രേസ് സീൻ നെയിം. നെയിമൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സീൻ കോഴ്സ് സീൻ പി സീൻ സീൻ അപ്പോൾ നമ്മൾ ഫിസിക്സ് ടോട്ടൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം കൂട്ടിയെടുക്കുന്നതാണ് ഫിസിക്സ് ടോട്ടൽ. അപ്പോൾ അവിടെ നമ്മൾ അതിനെ റീഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ മാറ്റി വെച്ചേക്കുക. ആ ഫിസിക്സ് ടോട്ടൽ നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്നത് ആ ഫൈൻഡ് ടോട്ടൽ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൂടിയാണ് നമ്മുടെ ഫിസിക്സിന്റെ ടോട്ടൽ. സോ ഇവിടെ കൺഫ്യൂഷൻ, ഈ ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഈ മെമ്പർ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിലെയാണ്? നമ്മൾ നേരത്തെ എഴുതി സ്റ്റുഡന്റ് ക്ലാസ്സിലെയാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നത്. Student leave. So this operator is known as scope resolution operator. Scope resolution operator. ഒരു പോയിന്റ് ഇതാണ്, ഒരു മെമ്പർ ഫംഗ്ഷനെ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ ഏത് ഓപ്പറേറ്റർ ഉപയോഗിക്കണം? സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. ഇതാണ് 2 കോളനാണിത് സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ. ഒരു പോയിന്റ് ഇതാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു മെമ്പർ ഫംഗ്ഷനെ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ ആക്കാൻ, അല്ല ആ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ ആക്കി ഉപയോഗിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണിത് സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ. That's it. The next function is void put data. Find total. Find total. Void find total. So physics total is equal to physics T plus
P6C plus P6E. So, 1 second please. So, we should specify find total എവിടെ നിന്നാണ് വരുന്നത്. സ്റ്റുഡന്റ് ക്ലാസ്സിലെ find total. Student ക്ലാസ്സിലെ find. So again scope resolution operator. അപ്പോൾ നമ്മളവിടെ അതിനെ ക്വാളിഫൈ ചെയ്തു. ഈ ഫൈൻ ടോട്ടൽ എവിടുത്തെയാണ്? സ്റ്റുഡന്റ് ക്ലാസ്സിലെയാണ്. അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിന്റെ പേരാണത് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. One more member function, that is void put data. Again a qualification. Student delay put data. Out register number, out name, out course, out P6 order. Okay. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ 3 മെമ്പർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഗെറ്റ് ഡേറ്റ, ഫൈൻഡ് ടോട്ടൽ, പുട്ട് ഡേറ്റ. ഈ 3 എണ്ണത്തിൻ്റെയും ഡിക്ലറേഷൻ ഇൻസൈഡ് ദ ക്ലാസ്. അപ്പോൾ ഔട്ട്സൈഡ് ദ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. അപ്പോൾ ആ ഡെഫിനിഷൻ നമ്മൾക്ക് ഔട്ട്സൈഡ് ദ ക്ലാസ് ആകുമ്പോഴാണ് അതെന്താകുന്നത്? ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ. അപ്പം ഗെറ്റ് ഡേറ്റ. അപ്പോൾ അതിനെങ്ങനെ എഴുതുന്നത്? വോയിഡ് സ്റ്റുഡന്റ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് ഡേറ്റ. അതിന്റെ ഡെഫിനിഷൻ. അടുത്ത ഫംഗ്ഷൻ ഫൈൻഡ് ടോട്ടൽ. സ്റ്റുഡന്റിലെ ഫൈൻഡ് ടോട്ടൽ, അതിന്റെ ഡെഫിനിഷൻ. മൂന്നാമത്തത് സ്റ്റുഡന്റിലെ പുട്ട് ഡേറ്റ. സോ ദ ഡെഫിനിഷൻ ആർ ഔട്ട്സൈഡ് ദ ക്ലാസ്. സോ സച്ച് ഫംഗ്ഷൻസ് ആർ കാൾഡ് ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഒരു മെമ്പർ ഫംഗ്ഷനെ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ ഏത് ഓപ്പറേറ്റർ ഉപയോഗിക്കണം? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷനെ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ? ഈ വളരെ സിമ്പിൾ എന്ന് പറയുന്നത് ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻ. പക്ഷെ ഒരു പോയിന്റ്, എല്ലാ ഫംഗ്ഷനെയും നമ്മൾ ഇൻലൈൻ മെമ്പർ ഫംഗ്ഷനായിട്ട് എഴുതാൻ പാടില്ല. എത്ര ഫംഗ്ഷൻസ് ആണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ലൂപ്പ് സ്ട്രക്ചേഴ്സ്, വൈൽ, ഫോർ, ഡു വൈലൊക്കെ വരുന്ന മെമ്പർ ഫംഗ്ഷനെ നമ്മൾ എന്തായിട്ട് എഴുതാൻ പാടില്ല? ഇൻലൈൻ ഫംഗ്ഷനായിട്ട് എഴുതാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ. അതാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഒരു +2 ലെവലിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ ഇൻലൈൻ മെമ്പർ ഫംഗ്ഷൻസിനായിട്ട് എഴുതിയാൽ മതി. പക്ഷെ ഇങ്ങനെയാണ് നമ്മളിതിനെ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷനായിട്ട് എഴുതുന്നത്. അപ്പം ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷനായിട്ട് ഒരു മെമ്പർ ഫംഗ്ഷനെ ഔട്ട്ലൈൻ മെമ്പർ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഓപ്പറേറ്ററിന്റെ ആവശ്യമുണ്ട്. ആ ഓപ്പറേറ്ററിന്റെ പേരെന്താണ്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. അതിന്റെ ചിഹ്നം 2 കോളൻ അടുപ്പിച്ച് എഴുതുന്നതാണ് ആ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. Now let us see what is front function. A front function is a non-member function that access the private members of a class in which it is declared as friend. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. That is, a private members are not available outside the class. Here, the friend function is a non-member function. ആ ക്ലാസ്സിലെ ഫംഗ്ഷൻ അല്ല, പക്ഷെ ആ ക്ലാസ്സിലെ
വെളിയിലുള്ള ഒരു ഫംഗ്ഷന് ഒരു ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. അങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പോൾ അത്തരം ഫംഗ്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് അതിന് ഒരു ഫംഗ്ഷനെ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കുന്നത്? അപ്പോൾ ഏതൊരു ഫംഗ്ഷനാണോ നമ്മൾ ഒരു ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നത്, ആ ഫംഗ്ഷനെ ആ ക്ലാസിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് എന്നാക്കി പറയണം. അതിന് നമുക്കൊരു കീവേഡ് ഉണ്ട്, ഫ്രണ്ട്. സോ ഫ്രണ്ട് ഈസ് എ കീവേഡ്. ഫ്രണ്ട് ഈസ് എ കീവേഡ്. ആ ഫ്രണ്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്ന ഒരു നോൺ മെമ്പർ ഫംഗ്ഷനെ ഒരു ക്ലാസ്സിലെ ഫ്രണ്ട് ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? ആ നോൺ മെമ്പർ ഫംഗ്ഷന് ആ ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ. So now let us see an example of front function. So we have a class box. So in box we have two data members, length and breadth, which are private, and a member function disp box, which displays the length and breadth. So another function, get box, which is a friend of box. അപ്പോൾ നമ്മൾ ഈ ഗെറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു മെമ്പർ ഫംഗ്ഷൻ അല്ല. ഈ ഗെറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു നോൺ മെമ്പർ ഫംഗ്ഷൻ ആണ്. ആ നോൺ മെമ്പർ ഫംഗ്ഷനെ നമ്മൾ ഈ ബോക്സിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. So this get box is a friend function so that it can access the private members of this class. അപ്പോൾ നമ്മൾ അവന്റെ ഒരു ആർഗ്യുമെന്റ് നമ്മളൊരു ഒബ്ജക്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് ഈ ഗെറ്റ് ബോക്സ് എന്ന് പറയുന്ന ഫ്രണ്ട് ഫംഗ്ഷൻ ഈ ക്ലാസിന്റെ വെളിയിൽ എഴുതാം. As I told, get box is a front function. അപ്പം ക്ലാസിന്റെ വെളിയിലാണ് എഴുതേണ്ടത്. അപ്പൊ അതെങ്ങനെയാണോ? void get box bracket of box b open bracket c in b dot length c in b dot breadth. That's up. Here get box is a non-member function. അത് ഈ get box ഈ ബോക്സിലെ ഒരു മെമ്പർ അല്ല. is a non-member function. അത് ക്ലാസിന്റെ വെളിയിൽ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഈ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യും ത്രൂ an object. It is possible only if that get box is a friend of this class. അപ്പോൾ ഈ get box എന്ന് പറയുന്ന ഈ നോൺ മെമ്പർ ഫംഗ്ഷൻ ഈ ബോക്സ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഫ്രണ്ട് ആയെങ്കിൽ മാത്രമേ ആ ബോക്സിലെ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ആ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഒരു ഒബ്ജക്റ്റിൽ കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ഫംഗ്ഷൻ. വാട്ട് ഇസ് ഫ്രണ്ട് ക്ലാസ്? ഫ്രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ്, ഫോർ എക്സാമ്പിൾ ക്ലാസ് ബി. സോ ക്ലാസ് എ in which we have private data, we have public data and function, data members and member functions. So front class B, class B, we have private members, we have public members. So class B is a separate class. ഈ ക്ലാസ് ബിയെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് എയുടെ ഫ്രണ്ട് ആക്കി വെച്ചു. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത?
ഫങ്ഷൻസും നമുക്ക് ഈ എല്ലാ മെമ്പറും ക്ലാസ് എയിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം. വൺ മോർ പോയിന്റ്, ഈ പ്രൈവറ്റും പ്രൊട്ടക്റ്റഡും ഉണ്ട് ആ സെയിം. ഡിഫറൻസ് എവിടെയാണ്? നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ മാത്രമേ. അപ്പം ഈ ക്ലാസ് ബിയിലെ ഈ ഇവിടുത്തെ മെമ്പർ ഫങ്ഷൻസ് ക്ലാസ് എയിലെ പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് ബി